മാമ അല്ല ഞാൻ മിസ് കോൾ അടിച്ചല്ല അത് അടിച്ച് എനിക്ക് വേറെ കോൾ വന്നതാ. അല്ല ഞാൻ വിളിച്ചതേ ഒരു 5000 രൂപ എടുക്കാൻ കടമായിട്ടല്ല ബാബുമാമ. 3 കൊല്ലം മുമ്പ് ബാബുമാമ എൻ്റെ നിന്ന് വാങ്ങിച്ചതാ. വണ്ടി വർക്ക്ഷോപ്പിൽ പണിക്ക് കൊണ്ടുപോയിട്ട് അപ്പം മേടിച്ചാണ്. അങ്ങനെ മറക്കാൻ പറ്റുമോ? പൈസ നമ്മൾ ഉണ്ടാക്കണല്ലേ. ബാബുമാമ വണ്ടിയും വിറ്റല്ലോ, അപ്പോഴേയും തരായിരുന്നല്ലോ. ആയിക്കോട്ടെ. നമ്മൾ ആർക്കെങ്കിലും കാശ് കൊടുക്കണ്ടെങ്കിൽ ഓടിച്ചിട്ട് പിടിക്കും. നമുക്ക് തരമുള്ളവർക്ക് ഒരു താല്പര്യവും. അതുപോലെ നാസിക് ഡോളയെ വേണ്ട കേട്ടാ. അത് പിള്ളേർ ഡ്രസ്സൊക്കെ എടുത്തില്ല, അതുകൊണ്ട് കാര്യമില്ല. ഇത് ആ കുടുംബശ്രീക്കാരെ മറ്റേ ഇത് മതി, ശിങ്കാരി വെള്ളം. അല്ല ഇതിപ്പം ഇന്നിവിടെ ഉണ്ടാവില്ലേ? പിന്നെ ഉണ്ടാവൂലേ, ഞായറാഴ്ച അല്ലേ? അത് ശരിയാ, അതൊക്കെ ഉണ്ടാവും. മന്മത ഒന്നു നോക്കി ആരാന്ന്. ഞാൻ എന്തിനാ പോണേ? ഏട്ടൻ പോയി നോക്കിയാ മതി. എന്നെ കാണാൻ എന്തായാലും ആരും വരാൻ പോണില്ല. ഇന്ന് ഞായറാഴ്ചയല്ലേ, ആപ്പടക്കേണ്ട ഒരു ദിവസമല്ലേ. എന്താ ദീപ സുഖല്ലേ? ഞങ്ങളിങ്ങനെ പോണ വഴിക്കുന്ന കയറിയതാ. ചെറിയൊരു ആവശ്യമുണ്ട്. സംസാരിക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിനക്കേ മൂരുവെള്ളം വേണമെങ്കിൽ പറഞ്ഞോ, നല്ല മൂരുവെള്ളം കിട്ടും ഇവിടെ. 2 എടുത്തോ. മോരില്ല, വൈഫ് 2 ദിവസം ഇല്ലായിരുന്നേ. അവിടെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു, അപ്പൊ അവൾ അവിടെ ആയിരുന്നേ. അയ്യോ, അമ്മേനെ കൊണ്ടുവരാൻ പറ. നമ്മുടെ ക്യാമ്പ് നടക്കുന്നുണ്ടോ, മെഡിക്കൽ ക്യാമ്പ്. തിങ്കളാഴ്ച 4-5 ഡോക്ടർമാർ പങ്കെടുക്കുന്നുണ്ട്. നേത്രപരിശോധന ഉണ്ട്, സൗജന്യാണല്ലോ. എല്ലാം ഉണ്ട്, ഫ്രീ ആണ്, എല്ലാം ഫ്രീ. കൊണ്ടുവന്ന് കാണിക്ക്. ഇതൊന്നും ആരും ഉപയോഗിക്കൂലെന്ന്. അത് പറയാൻ വന്നായിരിക്കല്ലേ? അത് പറയാനല്ല, പറയാമെന്ന് വേറെ കാര്യമാണ്. അതായത് നമ്മുടെ പാർട്ടി സമ്മേളനം നടക്കാൻ പോവാണ് തിരുവനന്തപുരത്ത് വെച്ച് അടുത്ത 24-ാം തീയതി. അപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഒരു 5 ബസ് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 5 അല്ല 6, മറ്റേ പുളിക്കുന്നുമ്പില് പറഞ്ഞു. 6, ചിലപ്പോ അത് 6 ആവും. അപ്പൊ ഈ 6 ബസ് പോകാൻ വേണ്ടിയിട്ട് നല്ല ചെലവുണ്ട്. വേറെ കാര്യമുണ്ട്, ഇപ്പൊ ഈ ചെലവ് കൂടുതലാണെങ്കിൽ ഈ 5-6 വണ്ടി പോണത് എല്ലാവരും കൂടെ ഒരു ട്രെയിനിലങ്ങ് പോയാൽ പോരെ? അതല്ലേ. നീ എന്താണ് ഈ പറഞ്ഞ എന്റെ മന്മത? ട്രെയിനിൽ എല്ലാവരും കൂടെ മുദ്രാവാക്യം വിളിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് പോകണതാ. ഇത് പാർട്ടി സമ്മേളനാണ്, അത് അറിഞ്ഞുകൂടെ നിനക്ക്? അല്ല, മനസ്സിലായി. അതിന്റെ മുന്നോടിയായിട്ട് 20-ാം തീയതി മറ്റേ ഒരു റാലി നടത്തുന്നുണ്ട് പഞ്ചായത്തില്. അന്ന് എന്റെ പന്തംകുളത്തി പ്രകടനം ഉണ്ട്. അത് രാത്രി. അല്ല, ഈ നമ്മള് ഈ കഴിഞ്ഞ ആഴ്ച എന്തോ വേറെ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, എന്തോ. അല്ല, അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര. അത് പദയാത്ര. അതെ, അതിന്റെ പിരിവായിരുന്നു. അപ്പൊ കഴിഞ്ഞ മാസം ഒരു യാത്ര ഉണ്ടായിരുന്നല്ലോ, അന്ന് പിരിവ്. അത് കഴിഞ്ഞ അത് 2-3 മാസമായില്ലേ? അത് തിരുവനന്തപുരത്ത് കാസർഗോട്ടേക്ക്. അപ്പൊ ഇതിനൊക്കെ പാടെ കൂടി ഒരുപാട് ചെലവ് വരുന്നുണ്ട്. എഴുതിക്കോ, 5 ഉറുപ്പിക എഴുതിക്കോ. 5000 രൂപയല്ലേ? സത്യേട്ടാ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അവസ്ഥ അറിയാലോ. നിങ്ങൾ ചെറുതെന്തെങ്കിലും എഴുതുക. നിങ്ങളൊക്കെ 5 ശമ്പളം വാങ്ങിക്കുന്ന ആളുകളല്ലേ? ചെലവുണ്ട് ഒരുപാടേ. ഒരു കാര്യം ചെയ്യും, 2000 എഴുതും. അല്ല 2000 ഒക്കെ. ഇനി ഒന്നും പറയണ്ട, ആ പൈസ കൊടുത്താൽ മതി. അപ്പൊ ഉണ്ടെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിൽ പിന്നെ നാളെ വന്ന് വാങ്ങിച്ചോളൂ. നാളെ എടുത്താ പോരാ? എന്നാ പിന്നെ നാളെ. അപ്പൊ മറക്കരുത്, 24-നാണ്, ബുധനാഴ്ചയാണ്. എനിക്കെന്താ ഓഫീസുണ്ടേ. നീ ഓഫീസ് പൊക്കോന്ന്, ഈ പൈസ നാളെ തരണം കേട്ടാ. എന്താ മുഖം തെളിയില്ലല്ലോ നിന്റെ? അല്ല, ഞാൻ വേറെ ഒരു യാത്ര ഉണ്ട്, അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ നടക്കണ്ടേ? ഓക്കെ രാഘോട്ടാ, ഞങ്ങൾ ഇറങ്ങണേ. അതെ, അച്ഛനെ കൊണ്ടുവന്നോ, ആ ശ്വാസം മുട്ടിനൊക്കെ ആക്കാൻ കിട്ടും കേട്ടാ ക്യാമ്പില്. ഓ ശരി. അപ്പോ അത്യേട്ടാ, 3000 ആയിക്കൂടാ? 3000? എടാ, അവൻ 500-ന്റെ ആളാണ്. 2000 കിട്ടിയില്ലേ? ഭയങ്കര. എത്ര പോയി? 20. 200. 2000. 2000? വാ തുറന്ന് പറഞ്ഞ് നിങ്ങൾ 200-ൽ തീരട്ടി. അതിനെങ്ങനെ നീ വായ തുറക്കണ്ടേ? കാപ്പുമലക്കണ്ട പൂങ്കാറ്റേ കാരക്ക കായ്ക്കണ നാട്ടിൻ
ആ എന്താ ദമയന്തി? അതെ, നിനക്ക് പറഞ്ഞൂടെ? ഞാൻ എടി പലചരക്ക് സാധനം മേടിച്ച് നമ്മൾ പൈസ കൊടുക്കുമല്ലോ, എല്ലാ മാസവും കൊടുക്കണല്ലേ. നമ്മൾ ഓടിയൊന്നും പോവില്ല എന്ന് പറയും. കൊടുക്കാൻ ഞാൻ എന്തെങ്കിലും വഴി കാണാം. ആ, ഞാൻ ഓഫീസിലേക്ക് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ, നീ വെച്ചോ, ഞാൻ വിളിക്കാം. ആ ആരാ പെണ്ണുങ്ങളാ? എന്താ വിഷയം? എന്തേനി? സാറേ ഒന്നുമില്ല, ഒരു ചെറിയൊരു പ്രശ്നം. എന്താണ്? സാറേ കുറച്ച് പൈസ മറിക്കാൻ കാണും. അല്ല, മറക്കാന്നൊക്കെ ചോദിക്കുമ്പോ എത്രയെങ്കിലും ഉദ്ദേശിക്കണേ? ഒരു 2000 രൂപ. ഞാനിപ്പോ നിങ്ങള് ചോദിക്കാൻ കുറച്ച് വൈകിപ്പോയി. ഞാനിപ്പോ ഇന്നലെ എന്റെ കയ്യിലുള്ള മുഴുവൻ ഫിക്സഡ് ആക്കി ഇട്ടുപോയി. ഭാര്യ നിർബന്ധിച്ചിട്ടേ ടൈമിങ്ങിന്റെ വ്യത്യാസാ. ഇപ്പൊ എന്താ പറയുക, മാസം കൂടി സമയമായതുകൊണ്ടേ കയ്യിലൊന്നുമില്ല. ഇനിയിപ്പോ 1-ാം തീയതി ശമ്പളം കിട്ടിയാലേ ഇപ്പൊ എന്തെങ്കിലും നടക്കുള്ളൂ. ഇത്ര റൈറ്റ് അങ്ങക്ക്? കുറച്ച് എന്താ വെച്ച് കഴിഞ്ഞാല് കുറെ നമ്മൾ പ്രതീക്ഷിക്കാതെ അധിക ചെലവുകൾ പറഞ്ഞിട്ടുണ്ടേ. കുറെ പിരിവുകാരും അത് ഇതുമാതിരത്തെ ഇങ്ങനെയൊക്കെ വരുമ്പോ നമ്മളെ കണക്കൂട്ടിൽ തെറ്റൂല. അതെ, നിങ്ങൾക്ക് പൈസക്ക് അത്ര അർജന്റ് ആണെങ്കിൽ കയ്യിൽ പൈസ ഉള്ള ഒരൊറ്റ ഒരാളുണ്ട് ഈ ഓഫീസിൽ. പഞ്ചായത്ത് സെക്രട്ടറിയുടെ അടുത്തൊക്കെ ചോദിക്കാന്ന് പറഞ്ഞാൽ മോശമല്ലേ മൊയ്ത് സാറേ? പഞ്ചായത്ത് സെക്രട്ടറിയോ? പഞ്ചായത്ത് സെക്രട്ടറിക്ക് അങ്ങോട്ട് പൈസ കടം കൊടുക്കുന്ന ഒരാളുണ്ട് ഇവിടെ, അറിയില്ല? അതാ നമ്മളെ പിയൂണ് ബ്രഹ്മൻ. ബ്രഹ്മന്റെ അടുത്തൊക്കെ നമ്മളെങ്ങനെ? അതൊന്നും വേണ്ട. ബ്രഹ്മ 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 വാ അങ്ങോട്ട് വാ. അതെ, മന്മരൻ സാറിന് എന്നോടൊന്നും ചോദിക്കാണ്ട്. അതായത് ബ്രഹ്മ, പിന്നെ എനിക്ക് ചെറിയൊരു നിങ്ങൾ ബേജാറാണ്ട് ചോദിക്കില്ല. കുറച്ച് പൈസയുടെ ഒരു അത്യാവശ്യം. എത്ര വേണം സാറേ? ഒരു 2 ലക്ഷം. 2 ലക്ഷമൊന്നും വേണ്ട. 2000 റുപ്യ അല്ലേ? 2000 രൂപയുടെ അയ്യോ സാറേ, ഞാൻ 5000 കുറച്ച് കൊടുക്കാറില്ല. ഈ ഒരു പണിയേ, സാറിന് 2000 മതിയാണ്ട് കൊടുത്തേക്ക്. 2000 തരാം. 250 രൂപ പലിശയാ സാറേ. 250 രൂപ? ആ, ഉണ്ടാവും. എല്ലായിടത്തും അങ്ങനെ സാർ, ജീവിക്കണ്ടേ സാറേ? 250 എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ. സാറായതുകൊണ്ട് പിന്നെ 50 രൂപ കുറച്ച് തന്നാ. അപ്പൊ 200. ആ 200 അല്ലേ? എന്തേ? അല്ല, എന്നാ പിന്നെ 200 ചിന്തിക്കല്ലേ. ഓ കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഒരു സൗകര്യം കിട്ടുമ്പോ ഇല്ല കുഴപ്പമില്ല. ഞാൻ 200 പലിശ തരാം ബ്രഹ്മ. അപ്പൊ പൈസ വന്നു കഴിഞ്ഞു സാറിന്റെ ഫോണിൽ. ഗൂഗിൾ പേയിൽ വന്നത്. സാറേ, സെക്രട്ടറി എന്നെ തിരക്കി. പൈസയുടെ ആവശ്യമായിരിക്കും, പോട്ട് വരട്ടെ. കണ്ടോ, ഈ രൂപം കണ്ടിട്ടും ഭാവം കണ്ടിട്ടൊന്നും നമ്മളൊരാള് ബലിയിരുത്താൻ പാടില്ല. ഓ കണ്ടില്ലേ, ഇവിടുത്തെ കോടീശ്വരനാ. ഇപ്പൊ സെക്രട്ടറി വിളിച്ചത് എന്തിനാണെന്നറിയോ? നിങ്ങളെ പോലെ 2000 രൂപ ചോദിക്കാനല്ല, 50,000 1 ലക്ഷമൊക്കെ ചോദിക്കുക. അത് കൊടുക്കാൻ റെഡിയാ. പൈസ ഉണ്ടല്ലേ? ഓന്റെ തറവാട് വിറ്റ പൈസ മൊത്തം ബാങ്കിൽ കൊണ്ടിട്ടിക്ക. കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? കല്യാണം കഴിച്ചില്ലല്ലോ, ഒറ്റാം തടി സുഖജീവിതം. ജീവിതം അതിന് വേണൊരു ഭാഗ്യം. മന്മോഹൻ സാർ ഇവിടെ ഉണ്ടോ? നമസ്കാരം. നമ്മുടെ 2-3 ദിവസം കൂടി ഉള്ളൂല്ല സമ്മേളനത്തിന്. പറയുമ്പോലെ അല്ല, അനക്കുന്നൊക്കെ ലീവ് എടുത്തുടേ. ലീവ് എടുത്താൽ എല്ലാം കൂടി നടക്കൂല. നമ്മുടെ ഇവിടെ കുറച്ച് വേന്ദ്രന്മാരുണ്ട് മുങ്ങി നടക്കുന്നത്. മന്മോഹൻ സാറെ 3 ദിവസം ഞാൻ അന്വേഷിക്കാണ്. അല്ല, മന്മോഹൻ സാർ ഇതുവരെ തന്നില്ല. എവിടെ തന്നിട്ട്? മന്മോഹൻ സാറ് മാത്രമേ ഇനി ഇവിടെ തരാനുള്ളൂ. എന്താണ് സാറേ ഇത്? മന്മോഹൻ സാറിന് അറിയാല, 3 ദിവസമായിട്ടാണ് തിരുവനന്തപുരത്ത് വെച്ച് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. പ്രതിനിധി സമ്മേളനം ഉണ്ട്, കുടുംബ സംഗമം ഉണ്ട്, പൊതുസമ്മേളനം ഉണ്ട്. വലിയ പൈസ ചെലവുള്ള പ്രോഗ്രാമാണിത്. മന്മോഹൻ സാറ് ഫണ്ട് വളരെ ഷോർട്ട് ആയതുകൊണ്ടാണ്, അതായത് ഞങ്ങൾ ഇത്ര സ്ട്രിക്റ്റ് ആക്കിയേക്കണത്. ഇതിപ്പോ എന്താ പ്രശ്നം അറിയാമോ? എന്ത് പ്രശ്നം? ഈ സമ്മേളനം നടക്കുന്ന ദിവസങ്ങളിൽ 3 ദിവസം ഹരിപ്പാടുള്ള വൈഫിന്റെ ഒരു കുഞ്ഞമ്മയുണ്ട്. ആ കുഞ്ഞമ്മയുടെ മോളുടെ കല്യാണമാണ്. ഇപ്പൊ നമ്മൾ കാണൂല, ഞങ്ങള് കല്യാണത്തിന്. അതെ, നിങ്ങൾ സമ്മേളനത്തിന് പങ്കെടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല, പക്ഷെ സംഭാവന കൊടുക്കണം. അതെ, അത് കൃത്യമായിട്ട് കിട്ടിയിരിക്കും. അത് മോശമാണ്. ഇപ്പൊ സമ്മേളനത്തിന് ഞാൻ വിട്ടു നിൽക്കണം എന്നുള്ളൊരിത് വേണ്ട. ഒരു ഇത് എഴുതിക്കോ, 250 രൂപ എഴുതിക്കോ. എത്ര? 250. നാണൂല്ലല്ലോ മന്മോഹൻ സാറെ. ആ ബ്രഹ്മം വരെ 2000 രൂപ തന്നു. ഒരു കാര്യം ചെയ്യുന്ന പിന്നെ ഒരു 300 രൂപ ആയിട്ട്
അയ്യോ ഒരു വേണ്ട സാറ് കഷ്ടപ്പെട്ട് ഒന്നും തരാൻ നിൽക്കണ്ട ഇല്ല നിനക്ക് സാബു നീ താഴ്ത്തി എന്നിട്ടേ ആ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ 5-6 പേരുണ്ട് അവരെ കളക്ട് ചെയ്തിട്ട് അവിടെ നിൽക്ക് ഞാൻ അങ്ങോട്ട് വരാം. മാക്സിമം ചോദിക്കല്ലേ? ചോദിക്കണേതിന് അത് നമ്മുടെ അവകാശമാണ്, അത് കിട്ടണം. അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ഈ കഷ്ടപ്പെടണം. ആ ആ വെറുതെ താടിയുടെ മാത്രമേ ഉള്ളൂ. സാറേ ഞാൻ ബ്രഹ്മനൊന്നും കൂടി വിളിക്കട്ടെ. നേരത്തെ മേടിച്ച 2000-ന്റെ കൂടെ ഒരു 3000 കൂടി മേടിച്ചാ പോരെ. പിന്നെ ബ്രഹ്മാവ് കയ്യിലുണ്ടെ പിന്നെ ആയുസിന് എന്താ പഞ്ചം? വിളിക്ക്. അറിയാതെ എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇച്ചിരി മോശം, അതുകൊണ്ടാണ് ഞാൻ ഒരു 1000 രൂപ തരാം. അയ്യോ സാറേ എന്നെ സഹായിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് തരണമെന്നില്ല. ഈ കസേര കണ്ടിട്ടിട്ട് 10-25,000 രൂപ തരാൻ ആളുണ്ട്. സാറ് നമ്മുടെ സംഘടനയിലുള്ളതെന്ന് ഓർത്തിട്ടാണ് ഇവിടെ സംരക്ഷിച്ച് നിർത്തിയേക്കണത്. എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനല്ലേ ഇത്. സാറ് തരേം വേണ്ട, ഞാൻ ഈ ചോദിക്കണമില്ല. അല്ല ഞാൻ തരാം. എനിക്കൊരു ഇച്ചിരി സാവകാശം. ഒരു 2 ദിവസം കൂടി മൂപ്പർക്ക് ചെറിയ ടൈറ്റില്ല. എന്റെ മൊയ്തു സാറെ നമുക്കും ഈ ശമ്പളമല്ലേ കിട്ടണത്. ഈ മന്മൻ സാർ എന്ത് ചെയ്യണ്? വേറെ 2 ഭാര്യമാരുണ്ടാ? പിന്നെ ഈ കാശൊക്കെ എന്ത് ചെയ്യണ് നിങ്ങള്? അപ്രതീക്ഷിതമായിട്ട് കുറച്ച് ചെലവ് വന്നു. അപ്പൊ അത് കിട്ടണ പൈസ കടുക്കും ചിട്ടായിട്ട് ജീവിക്കാൻ ശ്രമിക്കണം. സാർ 2500 രൂപ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിൽ കുറക്കാൻ പറ്റില്ല അത് എഴുതിക്കോ കേട്ടാ. അത് തരും മൂപ്പര്. ഞാനേ സെക്രട്ടറി ആയിട്ടൊന്ന് സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞോ? വേണ നമ്മൊരു ടെമ്പോ ട്രാവലറിലാണ് എല്ലാരും കൂടി പോകാൻ തീരുമാനിച്ചാണേ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊന്ന് സംസാരിക്കണം. എന്റെ മന്മൻ സാർ എന്നോട് കണ്ണു വീഴ്ചിട്ട് കാര്യമില്ല. ഞാൻ വ്യക്തിപരമായിട്ടല്ല പറഞ്ഞത്, ഇത് സംഘടനയുടെ കാര്യമാണ്. എനിക്ക് ആ നിലപാടെടുക്കാതെ പറ്റില്ല. അതാണ് കേട്ടാ. പിന്നെ പ്യാരിയെ ഞാൻ 1000 ദിവസം ഉണ്ടാവുള്ളൂ. അയ്യോ വരണോന്ന് തന്നെ ഇല്ല. അല്ല അതല്ല, 2 ദിവസം മോന്റെ സുന്നത്ത് എനിക്ക് വരാൻ പറ്റില്ല. നടക്കട്ടെ എന്ന്. ശരിയെന്നാ. ആ ശരി. ആ സാറ് ഇവിടെ ഉണ്ടായാ? അതെ ടെൻഷൻ അടിക്കണ്ട, ബ്രഹ്മനുണ്ടല്ലോ ഇവിടെ. മാസം ശമ്പളം കിട്ടുമ്പോൾ കൊടുത്താ പോരെ. അല്ലാതെ